എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി തീരുമാനിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിലെ കുറച്ച് അധികാര കേന്ദ്രങ്ങൾ പിണറായിയുടെ ശിങ്കിടിമാർ തീരുമാനിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ ഒരു തീരുമാനത്തിനെതിരാണ്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം, അവർക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയിൽ നിന്ന് ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇലക്ഷന് ഇത്രയും വലിയ പരാജയം, ഇപ്പോൾ പാർട്ടി LDF പറയുന്നത് ഞങ്ങൾക്ക് ഇതിനു മുമ്പും തോൽവി നേരിട്ടിട്ടുണ്ടെന്നല്ലേ. പക്ഷേ ഇതുപോലെ അത്രയും തകർന്നടിഞ്ഞൊരു തോൽവി നിങ്ങൾ ചരിത്രത്തിൽ കേരളത്തിൽ നേരിട്ടിട്ടില്ല. അതിനൊറ്റ കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് പിണറായി സത്തോടുള്ള എതിർപ്പാണ്. 13 മന്ത്രിമാരടക്കം അവരുടെ സിറ്റിംഗ് സീറ്റിൽ തോൽക്കുകയാണ്. ഇത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ജനങ്ങളല്ല തോൽപ്പിച്ചത്, മറിച്ച് നമ്മൾ 2021 വോട്ടും ഇപ്പോഴത്തെ വോട്ടും എടുത്തു നോക്കിയാൽ പല മണ്ഡലങ്ങളിലും ഒരു കാര്യം വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം വോട്ട് നല്ല രീതിയിൽ മറിച്ചിരിക്കുകയാണ്. 10,000-ഉം 20,000 ഒക്കെ വോട്ട് CPM-ന് കിട്ടിയത് കുറവാണ്, LDF-ന് കിട്ടിയത് കുറവാണ്. അത് നേരെ UDF-ലേക്കും BJP-യിലേക്കൊക്കെ സ്പ്ലിറ്റായിട്ട് പോയതായിട്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അതായത് പാർട്ടിയിലെ അനുഭാവികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? തൊഴിലാളി വർഗ്ഗമാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അനുഭാവികളാണ്, സാധാരണ കുടുംബങ്ങളിലെ പ്രവർത്തകരാണ്. ഇതൊക്കെയാണ് പാർട്ടി എന്നുള്ളത്. എന്നും ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് വലുത്, അല്ലാതെ ഒരു നേതാവും അല്ല വലുത്, ആരും പാർട്ടിക്ക് മുകളിലല്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ പിണറായി വിജയനെ ഒരു ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച് വെച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു വിഭാഗം നടത്തിയ ആ നീക്കങ്ങളാണ് പാർട്ടിയെ വലിയ പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇലക്ഷൻ വന്നപ്പോൾ കേരളത്തിലുടനീളം ഹൈവേ സൈഡിൽ LDF-ൻ്റെ ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ, അതിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ ചിത്രം മാത്രമായിരുന്നു. എങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെയാണ് ഒരു ഏക വ്യക്തി ആരാധനയിലേക്ക് പാർട്ടി പോയത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ പതനം എന്ന് പറഞ്ഞല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ്. ഒന്നുമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. ഇല്ലാതെ ഇപ്പോൾ UDF-ൻ്റെ ഒരു ഏകാധിപത്യ ഭരണമാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടും. തീർച്ചയാണ്, യാതൊരുവിധ സംശയവും ഇല്ല. ആ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ, ഞാൻ വേറെ സംസ്ഥാനങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മരിച്ചു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്പർ 1 ആണല്ലോ അല്ലേ, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളുടെ അവസ്ഥകൾ മോശമാവും. പണ്ട് UDF-ൻ്റെ ഭരണകാലത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അവർക്കുള്ള പാഠപുസ്തകങ്ങൾ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് കള്ളമല്ല, നിങ്ങൾക്കും അറിയാമല്ലേ. ഒരു നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത്. അതുപോലും ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു ഘടകം പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഈ പാർട്ടി കേരളത്തിലില്ലെങ്കിൽ കേരളം മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ പാർട്ടി വിരോധമാണ് പറഞ്ഞതെന്ന് തോന്നരുത്, മറിച്ച് പിണറായി വിരോധം തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് CM. ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല, ഇടപഴകണമെന്നറിയത്തില്ല. പരസ്യമായിട്ട് എൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്നൊരു ഇതാണ്, സെൽഫി എടുക്കാൻ പോയപ്പോൾ കൈ തടഞ്ഞ് തട്ടിയിടുക. ഒരു പെൺകുട്ടിയാണ്, അതുപോലെ തന്നെ കോളേജോ സ്കൂളോ എന്തോ ആണ്, ഒരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. മതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അപമാനിക്കുകയാണ്. ആ പെൺകുട്ടി ചുറ്റുമുള്ള കുട്ടികൾക്ക് മുമ്പിൽ, അവരുടെ അധ്യാപികമാർക്ക് മുമ്പിൽ എത്രത്തോളം അപമാനിതയായിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സെൻസ് പോലും ഇല്ലാത്തൊരു CM ആയിരുന്നു പിണറായി വിജയൻ എന്നുള്ളത്. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദനെ നോക്ക്, ഇതേ CPIM നിന്ന് തന്നെയല്ലേ, എന്ത് നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റാണ് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയത് തന്നെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശവക്കല്ലറയിൽ ആണിയടിച്ചവർ തന്നെയാണ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും. അപ്പോൾ അത്രയും വലിയ തിരിച്ചടി നേരിട്ടു. എല്ലാ പാർട്ടി അനുഭാവികൾ ഇത് പറഞ്ഞു, പ്രവർത്തകർ പറഞ്ഞു, ഇതായിരുന്നു പ്രശ്നം. പാർട്ടി സെക്രട്ടേറിയറ്റുകളിൽ ഈ ഒരു വിഷയം ചർച്ചയായി. എന്നിട്ടും പാർട്ടിയിലെ ചില അധികാര കേന്ദ്രങ്ങൾ, ചില ലോബി ഉണ്ടല്ലോ, പിണറായി വിജയനെ അധികാരം കൊടുത്ത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവാക്കിയിട്ട് വീണ്ടും വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സ്റ്റേറ്റ് കാറിൽ, ചുമല ബോർഡ് വെച്ച കാറിലൊക്കെ യാത്ര ചെയ്യാമല്ലോ. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ളൊരു ചുമതലയല്ല. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട സത്യം പറഞ്ഞാൽ ശ്രീ VD സതീശനിൽ നിന്നാണ്. കോൺഗ്രസ് ഏറ്റവും തകർന്നടിഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് ഇത്രയും വലിയൊരു പ്രഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ. ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു കാര്യം പറയാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല ടോപ്പ് മോസ്റ്റ് ലീഡറാണ്, നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്കൊന്നും കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ VD സതീശൻ ഉപയോഗിച്ച ചില സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുക, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പൾസറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ VD സതീശൻ നടത്തിയ പല പോഡ്കാസ്റ്റുകളുമുണ്ട്, പല യൂട്യൂബേഴ്സൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ളത്. അതിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ
ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ആ ഒരു ലെവലിൽ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഇന്ന് കേരളത്തിലുള്ള 2 കോൺഗ്രസ് പ്രവർത്തകരിൽ, കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ വി.ഡി. സതീശനാണ്, മറ്റാൾ ശശി തരൂരാണ്. അദ്ദേഹം കേന്ദ്രത്തിലാണല്ലോ. മറ്റൊരാളും ഇന്ന് കോൺഗ്രസ്സിലില്ല ആ ലെവലിൽ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്ത് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ LDF ചിന്തിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതായത് 2016 നിങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ അന്ന് വെറും 8, 9, 10, 11, 12 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. 8ഉള്ളവൻ ഇന്ന് 18ആയി വോട്ട് ചെയ്യാൻ പറ്റും. അന്ന് 8 വയസ്സുള്ള കുട്ടി മുതൽ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് പോരുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ജനവിഭാഗത്തെയും കയ്യിലെടുത്ത് മുന്നേറാൻ പറ്റിയില്ലെങ്കിൽ വലിയ വലിയ പരാജയങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കേണ്ടത്, ഇപ്പോൾ നമ്മളുടെ പത്തനംതിട്ട ജില്ലാ CPIM സെക്രട്ടേറിയറ്റ് യോഗമുണ്ടല്ലോ. അതായത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഒരിക്കലുമല്ല. ഇതിപ്പോൾ പത്തനംതിട്ട CPIMൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, ജില്ലാ സെക്രട്ടേറിയറ്റ്. അതിൻ്റെ അകത്ത് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പിണറായി വിജയനെതിരെയും വീണ ജോർജിനെതിരെയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഒരു സെക്രട്ടേറിയറ്റിൽ തന്നെയാണ് പറയുന്നത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുത്. പ്രായത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാർട്ടിയെ നയിക്കാനാണ്, മുഖ്യമന്ത്രിയാകാനാണ്, അല്ലാതെ പ്രതിപക്ഷ നേതാവാക്കാനല്ല എന്നൊരു ശക്തമായിട്ടുള്ള അഭിപ്രായമാണ് സീനിയർ മോസ്റ്റ് ലീഡേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുത്തെ പ്രവർത്തകർ അടക്കം അവിടെ ഒരു പ്രമേയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം പാർട്ടി അണികൾക്കടക്കം, സാധാരണക്കാരായിട്ടുള്ള പാർട്ടിക്കാരുണ്ടല്ലോ അവർക്കടക്കം മനസ്സിലായി. പക്ഷേ ഈ ലോബി എത്രത്തോളം ശക്തമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇത്രയും വലിയ പാർട്ടിയെ ശവക്കല്ലറയ്ക്ക് ആണിയടിച്ചൊരു വ്യക്തി പിണറായി വിജയൻ, അയാളെ വീണ്ടും ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്കുകയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്കിയാൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് വി.ഡി. സതീശനെയൊക്കെ പോലെ ഒരു പ്രതിപക്ഷ നേതാവായി മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. കുറച്ച് തൊഴിലാളികളിലേക്ക് ഒതുങ്ങി. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിലുള്ളതല്ല. ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പ്രവർത്തകരുണ്ടാകും. പക്ഷേ യാതൊരുവിധ അധികാരവും ഇല്ലാതെ ബംഗാളിലും സ്റ്റിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബംഗാളിലും പറയാം, ബംഗാളിലും ഇപ്പോൾ പാർട്ടിയുണ്ട് തീർച്ചയായിട്ടും അല്ലേ. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയാലുള്ള നമുക്ക് ഇങ്ങനെ ചുമ്മാ പറയാന്നേ ഉള്ളൂ ഇതൊക്കെ അനുഭാവികളാണ്, അവരാണ്, ഇവരാണ്. പക്ഷേ ഒരു തരത്തിലും വോട്ട് ഷെയറൊക്കെ കംപ്ലീറ്റ് ഡ്രോപ്പായി പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും ആക്കാതിരിക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ചുറുചുറുക്കായിട്ടുള്ള, അതോടൊപ്പം ജനങ്ങളെ മനസ്സിലാക്കുന്ന, ജനങ്ങളോട് വളരെ ലളിതമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ CPIMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? താൻ സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, താൻ വലിയ ജ്ഞാനിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പറയുകയാണ്. പക്ഷേ ശരിക്കും ഒരു അറിവുള്ള മനുഷ്യൻ, ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി എന്താണ് ചെയ്യുന്നതെന്നറിയാവോ? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? മാർക്സിസത്തിൻ്റെ പ്രപഞ്ചവീക്ഷണമായിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അതോടൊപ്പം P. രാജീവിൻ്റെ അതുപോലത്തെ ഒരു പ്രസംഗമുണ്ട്, സമാനമായിട്ടുള്ള ഒന്ന് തന്നെയുണ്ട്. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഇതൊക്കെ വളരെ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ നിസ്സാരമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പഴയൊരു തലമുറ ഭയങ്കര ഇൻ്റലക്റ്റായിട്ട് നിങ്ങളെ സ്വീകരിക്കുമെങ്കിലും പുതിയ തലമുറയുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 13 വയസ്സുള്ള കുട്ടിയാണ് 5 വർഷം കഴിയുമ്പോൾ വോട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അവൻ നിങ്ങളെയൊക്കെ ഒരു കോമാളിയായിട്ട് കാണുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ജൻസികളുടെ വികാരം മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ കുറേ പഴയ ആ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഓഫ് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവക്കല്ലറ കുഴിച്ചു വെച്ചോ, ഇത് രേഖപ്പെടുത്തി വെച്ചോ, എൻ്റെ വാക്ക് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് സംഭവിക്കും. പിണറായി വിജയനെ ഈ ഒരു പ്രതിപക്ഷ നേതാവാക്കിയാലെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ പിണറായി വിജയനെതിരെ സമാനമായിട്ടുള്ള ഒരുപാട് രൂക്ഷ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ കുറിച്ചാണ്. അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവമൊക്കെയാണ് കടുത്ത പരാജയത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. പ്രവർത്തകർ പോലും ഫോൺ അവർ അറ്റൻഡ് ചെയ്യില്ല, ജനങ്ങളോടൊക്കെ പെരുമാറുന്ന രീതി വളരെ മോശമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടുത്തെ പാർട്ടി, അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ ആ ഒരു മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ. അതോടൊപ്പം ശൈലജ ടീച്ചറെ മൊത്തത്തിൽ തഴഞ്ഞു എന്നൊരു സംഭവം തന്നെ അവിടെ ഉയർന്നു വരികയാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് അത് പാർട്ടിയുടെ ഒഫീഷ്യൽ വൃത്തങ്ങളിൽ നിന്ന് തന്നെ പറഞ്ഞു കേൾക്കുകയാണ്. ഇതൊക്കെ പറയാൻ പണ്ടേ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ
ഒരുപക്ഷെ ഈ ഒരു പ്രസ്ഥാനം പതുക്കെ രക്ഷപ്പെട്ടു പോയേനെ. ഇപ്പോഴും നാശത്തിലേക്ക് കുപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആരോഗ്യമന്ത്രിയായിരുന്നു കെ ശൈല ടീച്ചർ അല്ലേ. അപ്പോൾ ശൈല ടീച്ചർ ഇലക്ഷൻ തോക്കുകയാണ്. പേരാവൂരിൽ നിന്നായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ശൈല ടീച്ചർ തന്നെ പറയുകയാണ്, ഈ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എന്നെ മനഃപൂർവ്വം നിർബന്ധിച്ച് ഇവിടെ നിർത്തി മത്സരിപ്പിച്ചതാണെന്നുള്ളത്. അതോടൊപ്പം ഈ മീറ്റിംഗിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഒരു വിമർശനം. അതായത് ഇതേ പേരാവൂരിൽ പിണറായി വിജയനായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ മത്സരിച്ചാൽ ഒരു സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ശൈല ടീച്ചറെ മനഃപൂർവ്വം നിർത്തി തോൽപ്പിച്ചു എന്നുള്ളത്. ഇപ്പോൾ ട്രോളുകളും ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ ദിവസവും അതിൻ്റെ ഒരു ബ്രീഫ് പറയുമായിരുന്നല്ലോ, മീഡിയയ്ക്ക് മുമ്പിൽ ഒരു ബ്രീഫ് കൊടുക്കുമായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരുന്നത് കെ ശൈല ടീച്ചറായിരുന്നല്ലേ. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് പിണറായി വിജയൻ ഏറ്റെടുത്ത് പറയാൻ തുടങ്ങുകയാണ്. ശൈല ടീച്ചറിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ അടിപൊളിയായിരുന്നു. കാരണം കൊറോണ എന്ന് പറയുന്ന പ്രതിസന്ധി ഇന്നേ വരെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലൂടെ കടന്നു പോയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒന്ന് ഫേസ് ചെയ്യുന്നതല്ലേ. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്ത് കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രളയം അതുപോലത്തെ കാര്യങ്ങൾ, ഈ ഒരു കൊറോണ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് രണ്ടാമതും അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൊറോണ കാലത്തെ പറ്റി പറയുന്നത് സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും അസാധാരണമായി മാറി എന്നുള്ളതാണ്. തുപ്പാൻ പോലും മറന്ന കാലമെന്നും പറയാറുണ്ട്. നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇതുപോലും നമുക്ക് അസാധാരണമായി മാറിയല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണ്. പക്ഷേ അങ്ങനെ വന്ന സർക്കാർ നേരെ നിലം പതിക്കുകയാണ്, നേരെ കുപ്പുകുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അതോടൊപ്പം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പല ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ നിയമിക്കുമല്ലോ, ഡയറക്റ്റ് നിയമനമാണല്ലോ. അത് ഇവർക്ക് താല്പര്യമുള്ള അവരുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ സ്വജനപക്ഷപാതത്തിൽ അങ്ങനെ നിയമിച്ചു എന്നുള്ള വിമർശനങ്ങളൊക്കെ വരികയാണ്. ഇതുപോലുള്ള വിമർശനങ്ങൾ പണ്ടേ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ, സത്യം പറഞ്ഞാൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഈ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വന്നാൽ പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. പാർട്ടി മരിച്ചു. കാരണം പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ വി സതീശനിൽ നിന്നാണ്. കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നൊരു കാലം, അതിനെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് അത്രത്തോളം ഇടപഴകി. അത് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇപ്പോൾ CM ആയിട്ട് തന്നെ നോക്ക്, എസ്കോർട്ട് വെഹിക്കിൾസ് അതിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ്. പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു പല പ്രസ്താവനകളും അദ്ദേഹത്തെ എത്രത്തോളം ജനകീയനാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ്, ഇലക്ഷന് മുമ്പെടുത്താണോ ഇപ്പോഴുള്ളതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ നാട്ടിൽ ഈ പരിപാടികൾ, സ്റ്റേജ് ഈവൻസ് ഒക്കെ നടത്താൻ 10 മണി വരെയാണ് രാത്രി സമയമുള്ളതല്ല. വലിയ ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് DJ പ്രോഗ്രാം അല്ലെങ്കിൽ കച്ചേരി അങ്ങനത്തെ സ്കീമുകളൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ ഇവിടെ പലപ്പോഴും പോലീസ് ചെയ്യുന്ന കാര്യം എന്തെന്നാൽ 10 മണി കഴിഞ്ഞിട്ട് പ്രോഗ്രാം നീണ്ടുപോയാൽ മൈക്ക് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്ത് അയാളുടെ ഈ ആംപ്ലിഫയർ സെറ്റും സ്പീക്കറും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ശ്രീ വി സതീശൻ ചോദിക്കുന്നത്, അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അയാൾ ജസ്റ്റ് ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഈ ഒരു സംഘാടകരുടെ അനുമതിയില്ലാതെ ഇതിൻ്റെ പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ അവർ ഇയാളെ കയ്യേറ്റം ചെയ്യില്ലേ? തീർച്ചയായിട്ടും അയാളവിടെ ഒറ്റ ഒരു പാവത്താനായിരിക്കും. അതിൻ്റെ ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ മുതലാളി പോലും ആയിരിക്കത്തില്ല, ജസ്റ്റ് ഒരു ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? ഇതുപോലുള്ള കുഞ്ഞി സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന യുവജനങ്ങളുണ്ടല്ലോ, അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയണം. നമ്മളുടെ ഇപ്പോൾ വീഡിയോസ് കാണുന്നവർ, അത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. നമുക്കറിയാൻ പറ്റും എത്ര പ്രായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന്. ഇതൊക്കെ ചെറുപ്പക്കാർ തന്നെയാണ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ നല്ല സാധ്യതയാണ് സത്യം പറഞ്ഞാൽ ശ്രീ വി സതീശൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന പോലെയല്ല. പോഡ്കാസ്റ്റുകൾ വളരെ എൻഗേജിങ് ആകണം. നിങ്ങൾ രാജ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 പോഡ്കാസ്റ്ററിൻ്റെ പോഡ്കാസ്റ്റുകൾ കാണാം. അദ്ദേഹമൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് കാണാൻ ആൾക്കാരുണ്ടാകില്ല. ഒരു ഭയങ്കര രസത്തിൽ കണ്ടിരിക്കണം പോഡ്കാസ്റ്റ്. നോർമൽ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയുന്നു, അല്ലെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഒരുപാട് ഓൺലൈൻ ചാനൽ കാണിക്കുന്ന പോലെ കോമാളിത്തരം ഒന്നുമല്ല. ഭയങ്കര ഹൈലി ഇൻഫോർമേറ്റീവായിട്ട് ആ ടോക്ക് പോകണം. അതാണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടം. അങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ, അങ്ങനത്തെ സംസാരങ്ങൾ വി സതീശൻ്റെ ഭാഗത്ത് നിന്ന് പല പോഡ്കാസ്റ്റിലും വരികയാണ്. നമ്മൾ ഫുള്ള് കണ്ടിരുന്നു. ഞാൻ പോഡ്കാസ്റ്റ് മെയിനായിട്ട് കേൾക്കുമ്പോൾ കാറിൽ പോകുമ്പോഴാണ് കേട്ടോ. നമ്മളതിങ്ങനെ കേട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അപ്പോൾ അത്ര ടൈം അല്ലെങ്കിൽ കണ്ടു കളയാനുള്ള ടൈം അങ്ങനെയൊന്നും പോവില്ല. നമ്മൾ ആ ഡ്രൈവിംഗ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് പോഡ്കാസ്റ്റ് കേൾക്കുക എന്നുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമുക്ക് ഓർക്കണം. ഇനി ഈ വീഡിയോ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ച ചില രാഷ്ട്രീയ കളികളുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ശ്രീ വി സതീശൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ KSU ചെയർമാനായിട്ടുണ്ട്. അല്ലാതെ KSUവിൻ്റെ പോലും സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ AICCയുടെയോ ഒന്നും ഭാരവാഹിയായിട്ടില്ല, മന്ത്രിയായിട്ടില്ല, MLA ആയിട്ടുണ്ട്. അല്ലാതെ പാർട്ടിയുടെ റാങ്ക് ഫയലുകളിൽ ഉയർന്ന റാങ്ക് ഒന്നും അല്ല ഉള്ളത്. രമേശ് ചെന്നിത്തലയൊക്കെ ഹൈലി ടോപ്പാണല്ലേ.
ഇതിലെല്ലാം മറികടന്ന് അദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. ഇവിടെ 2021 ഇദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്? പാർട്ടിയുടെ റാങ്ക് ഫയലിൽ ഉയരത്തിലല്ലാത്തൊരു വ്യക്തി. അതിൽ വലിയൊരു കളി നടന്നിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ കളിയുണ്ട്. സത്യം പറഞ്ഞാൽ 2021 ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടുണ്ടായിരുന്ന കെ.സി. വേണുഗോപാലാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് കെ സി ആൾക്കെതിരാണല്ലോ, ഇപ്പോൾ രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ മത്സരമല്ലേ? അതൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ള കളിയാണ്. പക്ഷെ അവിടെയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ലീഡറെ നമ്മൾ കാണുന്നത്. ഈ 5 വർഷം കൊണ്ട് അദ്ദേഹം പടുത്തെടുത്തൊരു വിശ്വാസവും കൂടെ നിൽക്കാനുണ്ടാക്കിയ ഒരു ജനസാഗരവും ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമാണ്. ആ ഒരു കഥയെ പറ്റിയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മളെ കൺസേൺ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്കി കഴിഞ്ഞാൽ അത് ആ പാർട്ടി പോകില്ലേ? എന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാവോ? ജനങ്ങളുമായിട്ടൊന്ന് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാവോ? ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് സൗമ്യമായിട്ട്, ഒരു ലീഡറിന് വേണ്ടത് അതാണല്ലേ, അങ്ങനെ പെരുമാറാൻ അറിയാവോ? ഒന്നുമില്ല. അങ്ങനൊരു വ്യക്തിയെ വീണ്ടും അത്രയും വലിയൊരു പൊസിഷൻ കൊടുക്കുകയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ വേണം അതിനെ നയിക്കാനായിട്ട് വീണ്ടും അല്ലേ? ആ ലീഡർ ഓഫ് ഒപ്പോസിഷൻ വേണം വീണ്ടും കെട്ടിപ്പടുത്ത് അടുത്ത തവണ വലിയൊരു വിജയം കാഴ്ചവെക്കാൻ. ഒന്നും പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം പറയുവാണെങ്കിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലോബികൾ കിടന്ന് കളിച്ചിട്ടും പാർട്ടിക്കാരതിനെ എതിർക്കാത്തതെന്ന്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധി ഒന്നുമല്ല, പിണറായി വിരോധിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായിയും ആസ് എ CM അല്ലാണ്ട് വ്യക്തിയോട് നമുക്ക് എന്ത് വിരോധമല്ലേ? ഇപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ വന്നാൽ ആസ് എ ലീഡർ ഓഫ് ഒപ്പോസിഷൻ നമ്മൾ എതിർത്തേ പറ്റത്തുള്ളൂ. കാരണം ഒരു പ്രസ്ഥാനത്തെ മൊത്തം വഞ്ചിക്കുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട്, എൻ്റെയൊക്കെ അവിടെ ഒരുപാട് സാധാരണക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, അവിടെ വലിയ ഗ്രൂപ്പുകൾ വരെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഈ സാധാരണ അവരുടെ ഈ പാർട്ടി കളികളോ രാഷ്ട്രീയ ഇതൊന്നും അല്ല അവർക്കറിയാവുന്നത്. സാധാരണക്കാരുള്ള ജനങ്ങൾ അന്നത്തെ അന്നത്തിന് വേണ്ടി വർക്ക് ചെയ്ത് മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെ പോകുന്ന നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളാണ്. ഇവരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു തരത്തിലേക്ക് ഇത് പോകരുത്. അപ്പോൾ വേറെ നല്ല കഴിവുറ്റ നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, അതും ഇങ്ങനെ മറ്റേ കടിച്ചാ പൊട്ടാത്ത ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന, ബുദ്ധിജീവി ചമയാൻ ശ്രമിക്കുന്ന താത്വിക അവലോകനക്കാരെയല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ്, നമ്മളുടെ മുൻ PWD മിനിസ്റ്ററാണല്ലോ, അദ്ദേഹം ഒരു സൗമ്യ മുഖമാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അറിയാം. അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പോലും നമുക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കണം, നമ്മളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ ആയിരിക്കണം നിൽക്കണം, നമ്മളുടെ ഒരു സുഹൃത്തിനെ പോലെ ആയിരിക്കണം, ഒരു സഹോദരനെ പോലെ ആയിരിക്കണം അല്ലേ? അപ്പോൾ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് ഭരണത്തെപ്പറ്റി, അഡ്മിനിസ്ട്രേഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പെരുമാറ്റത്തിൽ ബെറ്റർ ആയിരുന്നു. പിണറായിക്കാലൊക്കെ 100 മടങ്ങ് ബെറ്ററായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പെരുമാറാൻ അറിയാം, ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അറിയാം, സൗമ്യമുഖമായിട്ട് സംസാരിക്കാൻ അറിയാം. അതോടൊപ്പം ഏത് വലിയ അധികാരത്തിലിരിക്കുന്നവർക്കും വേണ്ട ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്നറിയാവോ? സഹിഷ്ണുത. ഇപ്പോൾ പിണറായി വിജയനെയൊക്കെ സംബന്ധിച്ച് ഒന്നും പറ്റത്തില്ല. പ്രസംഗത്തിന് ഇതുപോലുള്ളൊരു മൈക്ക് ഹൗൾ ചെയ്യുകയാണ്, ഇങ്ങനെ ആ ഒരു സൗണ്ട് വരുമല്ല, ഉടനെ പോലീസിനെ കൊണ്ട് മൈക്കിനെ കസ്റ്റഡിയിൽ എടുപ്പിക്കുകയാണ്, മൈക്ക് ഓപ്പറേറ്ററുടെ മേലിൽ മൊത്തം പ്രശ്നങ്ങളാക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെ കൊറോണ കാലത്ത് കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ശക്തമായപ്പോൾ ആരും തൻ്റെ മീറ്റിങ്ങിൽ കറുപ്പണിഞ്ഞ് വരാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അന്ന് വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത്രയും പ്രായം ചെന്നൊരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ കറുത്ത മാസ്ക് വെച്ചുകൊണ്ട് വരികയാണ്. സർജിക്കൽ മാസ്ക് പ്രധാനമായിട്ടും കറുത്തതും പച്ചയാണുള്ളത് അല്ലേ? അപ്പോൾ അതും വെച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ആ കറുത്ത മാസ്കൊക്കെ ഈ പിണറായി വിജയൻ്റെ ശിങ്കിടികൾ ഊരിപ്പിക്കുന്ന വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അതോടൊപ്പം ഈ പോലീസ് ഈ സമരക്കാരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്, പാർട്ടി പ്രവർത്തകർ മർദ്ദിക്കുകയാണ്, ചെടിച്ചട്ടിക്ക് അടിക്കുകയാണ്. ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അന്നാണ് അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് മന്ത്രിയാണ്, എന്ത് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ? ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് രക്ഷാപ്രവർത്തനമെന്ന്. അങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി തകർന്ന് ഈ ഒരു പരുവത്തിലെത്തിയത്. ഇതൊക്കെ മനസ്സിലാക്കുക. ദൈവത്തെ ഓർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവാക്കാതിരിക്കാൻ എന്ത് വില കൊടുത്ത് ശ്രമിക്കുക. ആ പാർട്ടി നശിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു വെൽവിഷറിൻ്റെ അഭിപ്രായമായിട്ട്, വിമർശനമായിട്ട് കണ്ടാൽ മാത്രം മതി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ, എൻ്റെയൊക്കെ ചുറ്റുപാട് ഡീപ്പ് റൂട്ടഡ് ആണ് ഈ കമ്മ്യൂണിസം എന്നുള്ളത്. അത് നിങ്ങൾ കാണുന്ന പോലെ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി കടികൂടുന്ന, അഴിമതി കാണിക്കുന്ന ഒന്നുമല്ല. സാധാരണക്കാരൻ്റെ കമ്മ്യൂണിസം എന്നൊക്കെ സിനിമയിൽ കാണുന്ന ഡയലോഗില്ലേ, സെയിം അത് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് ഈ ഒരു കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ കളി, വി.ഡി. സതീശൻ്റെ ആ ഒരു ജനകീയമായിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് മുന്നേറ്റങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗം, അതിനെയൊക്കെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ തിങ്കളാഴ്ച മന്ത്രിസഭാ അധികാരത്തിലായിരിക്കും, സത്യപ്രതിജ്ഞയാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് മന്ത്രി കസേരയുടെ വിവാദങ്ങൾ വരുന്നുണ്ട്. വി.ഡി. സതീശനാണെങ്കിൽ ഈ ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ സീറ്റ് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കടുത്ത നിലപാടെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല അതിനിടെ വലിയ പ്രശ്നമായിരുന്നു. MLA സ്ഥാനം പോലും രാജിവെക്കാൻ സന്നദ്ധത കാണിച്ചു. അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നു. നമുക്ക് നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം. എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ട് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്, ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു കമൻറ്റ് ബോക്സിൽ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.